കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്കേവർക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇപ്രകാരം ഒരു കാര്യം വായിക്കാനിടയായി. ഒരിടത്ത് ഒരപ്പനും മകനും, ആ അപ്പനും മകനും തമ്മിൽ സ്വരച്ചേർച്ചയില്ല, അകൽച്ചയിലാണ്. പറഞ്ഞാൽ അല്പം വൈരാഗ്യവും കൂടിയാണ്. മകന് അപ്പൻ്റെ മുഖം കാണുന്നത് പോലും ഇഷ്ടമല്ല. അവർ രണ്ട് വീട്ടിൽ താമസമാക്കി. ഇതറിഞ്ഞ ഒരു നല്ലവനായ മനുഷ്യൻ ഇവരെ എങ്ങനെയെങ്കിലും ഒന്ന് ചേർപ്പിക്കണം, ഒന്ന് ഒത്തൊരുമിപ്പിക്കണമെന്ന് കരുതി മകനെ സമീപിച്ചു. മകനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ അപ്പന് ചില രോഗങ്ങളുണ്ട്. ആ രോഗങ്ങൾ മാറാൻ താറാവിൻ്റെ മുട്ടയിൽ ചില മരുന്നുകൾ ചേർത്ത് കഴിച്ചാൽ അതിന് കുറവ് വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യ്, നീ ഒരു 10 താറാവിൻ്റെ മുട്ട വാങ്ങിച്ച് നീ അതുമായി അപ്പൻ്റെ അടുക്കൽ ചെല്ല്, നിന്നെ അപ്പന് ഇഷ്ടപ്പെടും. ഒരു കാര്യം ചെയ്തു. ആ മനുഷ്യൻ തന്നെ, ആ മധ്യസ്ഥനായ മനുഷ്യൻ തന്നെ 10 താറാവിൻ്റെ മുട്ട വാങ്ങി ഈ മകൻ്റെ കയ്യിൽ കൊടുത്തു. മകൻ ഈ മധ്യസ്ഥൻ പറഞ്ഞതനുസരിച്ച് അപ്പനെ കാണാൻ പോവുകയാണ്. അപ്പൻ്റെ അടുക്കൽ ചെന്നു. ഈ താറാമുട്ട അപ്പൻ്റെ കയ്യിലേക്ക് നീട്ടി. അപ്പനത് വാങ്ങിയില്ല. അയ്യോ, അവന് ഭയങ്കര സങ്കടം മാത്രമല്ല, അവന് ദേഷ്യവും പരിഭവവും തോന്നി. അവൻ അല്പം പരിഭവത്തോടെ ഈ മധ്യസ്ഥൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞാൻ പരിശ്രമിച്ചു, പക്ഷെ എൻ്റെ അപ്പൻ എന്നെ തിരിഞ്ഞു നോക്കിയില്ല. എനിക്കത് വലിയ മുറിവുണ്ടാക്കി ഹൃദയത്തിൽ. പ്രിയപ്പെട്ടവരെ, ഈ മധ്യസ്ഥനായ മനുഷ്യൻ എന്ത് ചെയ്തു? ഈ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പനെ അല്പം കുറ്റപ്പെടുത്തിക്കൊണ്ട്, ഈ അപ്പൻ കാണിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട്, മകനോട് കാണിച്ചത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചിലതെല്ലാം സംസാരിച്ചു. അപ്പോൾ ഈ അപ്പൻ പറയുകയാണ്, എനിക്ക് അവൻ വാങ്ങിത്തന്ന താറാമുട്ടയല്ല എനിക്ക് വേണ്ടത്, എനിക്ക് അവനെ തന്നെയാണ് വേണ്ടത്. അവൻ്റെ സ്നേഹമാണ് എനിക്ക് വേണ്ടത്. അവൻ എൻ്റെ അടുക്കൽ വരികയാണ് വേണ്ടത്. എനിക്ക് അവൻ വാങ്ങിത്തന്ന താറാമുട്ടയേക്കാൾ വലുതാണ് എൻ്റെ മകൻ. അതുകൊണ്ട് മകൻ എൻ്റെ അടുക്കൽ വന്ന് ചേർന്ന് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന്. അതേ പ്രിയപ്പെട്ടവരെ, നാം കൊടുക്കുന്ന ചില കണ്ടുകാഴ്ചകളോ, നാം കൊടുക്കുന്ന ചില നേർച്ചകളോ, കാഴ്ചകളോ, വഴിപാടുകളോ എന്തിനേക്കാളും വലുത് നമ്മെ തന്നെ ദൈവത്തിന് കിട്ടുന്നതാണ്. ദൈവത്തിന് ഏറ്റവും വലുത്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ തന്നെ നിങ്ങളുടെ സൃഷ്ടാവും നിങ്ങളുടെ ഉടയവനുമായ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായ അതേ മകനെ നിനക്ക് വേണ്ടി യാഗമായ, മകളെ നിനക്ക് വേണ്ടി പരമയാഗമായ യേശുവിന് വേണ്ടി കൊടുത്തോ നിന്റെ ജീവിതം? അതാണ് വേണ്ടത്. ഇന്ന് മനുഷ്യർ പൈസ കൊടുക്കും, സാധന സാമഗ്രികൾ കൊടുക്കും, കണ്ടുകാഴ്ചകൾ കൊടുക്കും, എല്ലാം കൊടുക്കും. പക്ഷേ ദൈവത്തിന് വേണ്ടത് മകനെ നിന്നെ തന്നെയാണ്. നിനക്ക് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു ചെറിയ കഥ പറഞ്ഞാണ് ഞാനിത് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതം ക്രിസ്തുവിന് കൊടുക്കുക. ഇന്നത്തെ ഈ വചന കേൾവി അതിന് മുഖാന്തരമാകട്ടെ. നിങ്ങളുടെ ജീവിതം, വരൾച്ച പറ്റിയ നിങ്ങളുടെ ജീവിതം, കുറവുള്ള ജീവിതം യേശുവിന് കൊടുക്കൂ. യേശു നിങ്ങളെ നിശ്ചയമായി അനുഗ്രഹിക്കും. സ്തോത്രം. മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം, അവിടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വലിയ സംഭവം നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. സ്തോത്രം. യേശു പിന്നെയും പോയി. എന്തിനാണ് പോയത്? അതിന് ലക്ഷ്യമുണ്ട്. യേശു ഒരു സ്ഥലത്ത് പോകുന്നതിന് യേശുവിന് ലക്ഷ്യമുണ്ട്. മകനെ, യേശു നിന്റെ അടുക്കൽ വന്നാൽ യേശുവിന് ചില ലക്ഷ്യങ്ങളുണ്ട്. പ്രിയപ്പെട്ട സഹോദരി, നിന്റെ വീട്ടിൽ യേശു വന്നാൽ യേശുവിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്. യേശു ഒരു കൂട്ടായ്മയിൽ വന്നാൽ, യേശു ഒരു ദൈവാലയത്തിൽ വന്നാൽ, യേശു എവിടെ ചെന്നാലും യേശുവിനൊരു ലക്ഷ്യമുണ്ട്. അതെ, അതാണ് നമ്മുടെ പ്രത്യാശ, അതാണ് നമ്മുടെ പ്രതീക്ഷ. പ്രതീക്ഷയേറ്റ് പോയവർ യേശു ഉള്ളിടത്തോ അല്ലെങ്കിൽ യേശു നമ്മുടെ അരികിലേക്കോ വരുന്ന അനുഭവത്തിലേക്ക് നാം വന്നാൽ നമ്മുടെ ജീവിതം ധന്യമായി തീരും. തീർച്ചയായും യേശു ഉള്ളിടത്ത് വരിക. യേശു ഉള്ളിടത്ത് നാമും പോകാൻ പരിശ്രമിക്കണം കേട്ടോ. എല്ലായിടത്തും യേശു ഇല്ല ഉണ്ടെന്ന് നമുക്ക് പറയാനും പറ്റുമോ? ഇല്ല. അവിടെ തിന്മയും അശുദ്ധിയും വെറുക്കൂത്തും ദുഷ്ടതയും എല്ലാവരിടത്തും യേശു ഇല്ല. യേശു ഉള്ളിടം വിശുദ്ധമാണ്. കർത്താവിന് സ്തോത്രം. യേശു എന്നാൽ പാപിയെ ചെറുക്കാൻ, പാപിയെ തങ്ങളിലേക്ക് ആകർഷിച്ച് അവൻ്റെ പാപം മാറ്റി അവനെ വിശുദ്ധനാക്കാൻ പരിശ്രമിക്കുന്നവനാണ്. യേശു പാപിയെ സ്നേഹിക്കുന്നവനാണ്. യേശുവിന് പാപത്തോടെ വെറുപ്പുള്ളൂ, പക്ഷേ യേശു പാപിയെ സ്നേഹിക്കും. ഇവിടെ യേശു പള്ളിയിൽ പിന്നെയും ചെന്നു. ആദ്യം പോയിട്ട് ആ കാര്യം നടന്നില്ല എന്ന് തോന്നുന്നത് പോലെ ആ എഴുത്ത് വായിച്ചാൽ യേശു പിന്നെയും ചെന്നു എന്ന് പറയുമ്പോൾ പിന്നെയും ആദ്യം ഒരിക്കൽ പോയി അന്ന് നടക്കാത്ത വേറൊരു കാര്യത്തിന് പോയതുപോലെ ഇവിടെ തോന്നും. അങ്ങനെയാണോ ഒന്നും എനിക്കറിയില്ല. യേശു പിന്നെയും പോയി.
കർത്താവിന് ആ ലക്ഷ്യം സാധിച്ചേ കർത്താവ് അടങ്ങും. അതെ മകനെ, നിന്നെ അനുഗ്രഹിച്ച യേശു പിന്മാറിപ്പോകൂ. യേശു നിന്നെ ഉയർത്തിയിട്ടേ യേശു അടങ്ങുകയുള്ളൂ. നിന്നെ അനുഗ്രഹിച്ചേ യേശു അടങ്ങുകയുള്ളൂ. അപ്പോൾ നാമും പറയുക, എന്നെ അനുഗ്രഹിച്ചല്ല ഞാൻ വിടുകയില്ല എന്ന് യാക്കോബ് പറഞ്ഞ പോലെ നാമും ഒന്ന് പറഞ്ഞാലോ? സ്വർഗത്തിന്റെ ആഗ്രഹവും മനുഷ്യന്റെ ആഗ്രഹവും തമ്മിൽ സന്ധിക്കുമ്പോൾ അവിടെ മഹാത്ഭുതങ്ങൾ നടക്കും. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹവും മനുഷ്യന്റെ ആഗ്രഹവും തമ്മിൽ കൂടിച്ചേരുമ്പോൾ അവിടെ സൂപ്പർ നാച്ചുറൽ നടക്കും, മഹാത്ഭുതങ്ങൾ നടക്കും. നിങ്ങൾക്ക് അങ്ങനെ എന്തെല്ലാം ആഗ്രഹമുണ്ട്? സ്വർഗം പ്രസാദിക്കുന്ന ചില ആഗ്രഹങ്ങൾ. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾ നമുക്ക് യേശുവിനോട് പറയാം. പക്ഷേ അതിലും വലുതാണ് നമ്മുടെ ആത്മീയ ആഗ്രഹങ്ങൾ, ആത്മീയമായ വിഷയങ്ങൾ. നിങ്ങളൊന്നറിയൂ, ഭൗതികമായ ആഗ്രഹങ്ങൾ തീർച്ചയായും നമുക്ക് കർത്താവിനോട് പറയണം. നമുക്ക് കടമുണ്ട്, അല്ലെങ്കിൽ ഞെരുക്കമുണ്ട്, അല്ലെങ്കിൽ പ്രതിസന്ധിയുണ്ട്, രോഗമുണ്ട്, അങ്ങനെ 100 പ്രശ്നങ്ങളുണ്ട്. എല്ലാ യേശുവിനോട് പറയാം. പക്ഷേ നമ്മുടെ ആത്മീയമായ കാര്യങ്ങൾ അത് നാം തന്നെ യേശുവിനോട് പറയണം. നിങ്ങൾക്ക് ഏതെങ്കിലും പാപത്തിന്മേൽ ജയമില്ലേ? ഏതെങ്കിലും പോരായ്മകളുണ്ടോ? ഏതെങ്കിലും കുറവുകളുണ്ടോ? ആത്മീയ ജീവിതം സന്തോഷകരമായും വിജയകരമായും നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ തടസ്സം ഉണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശുദ്ധീകരണം അനുഭവിക്കാതെ പണ്ടുകാലത്ത് എടുത്ത അതേ തീരുമാനത്തിൽ നിലനിൽക്കുന്ന മുരടിച്ച അനുഭവം നിങ്ങൾക്കുണ്ടോ? എല്ലാം യേശുവിനോട് പറയുക. സ്തോത്രം. ഇവിടെ എന്താണ് സംഭവിച്ചത്? അവൻ പിന്നെയും പള്ളിയിൽ ചെന്നു. അവിടെ വരണ്ട കൈയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അപ്പോൾ യേശുവിൻ്റെ ലക്ഷ്യം, യേശു പിന്നെയും പള്ളിയിൽ പോയത് മറ്റാരെയും കാണാനല്ല, ഒരു കുറവുള്ള മനുഷ്യനെ തേടിയാണ് പോയത്. സ്തോത്രം. നിങ്ങൾ ആരെങ്കിലും കുറവുകളുള്ളവരാണോ? ഉണ്ട്. മനുഷ്യ ജീവിതത്തിൽ കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. ഏതെല്ലാം കുറവുകൾ? ആത്മീയമായി നോക്കിയാൽ പാപം ഒരു വലിയ കുറവാണ്. മനുഷ്യ ജീവിതത്തെ തകർത്ത് കളയുന്ന ചില പോരായ്മകളും കുറവുകളുമാണ് പാപം. കാരണം പാപത്തിന്റെ പിതാവ് പിശാചാണ്, പാപത്തിന്റെ അപ്പൻ പിശാചാണ്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നു വചനത്തിലുണ്ട്. ദൈവത്തിന്റെ വചനത്തിലുണ്ട് പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാവുന്നുവെന്ന്. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യ ജീവിതത്തിലേക്ക് പാപം അയക്കുന്ന ദുഷ്ടനായ പിശാചാണ്. പിശാച് പാപത്തിന്റെ അപ്പനാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ പാപത്തിന്മേൽ ജയമില്ലാതെ ജീവിതത്തിൽ വരൾച്ച പറ്റിയവരുണ്ടെങ്കിൽ യേശുവിൻ്റെ അരികിലേക്ക് വന്നാൽ യേശു ആ വരൾച്ച മാറ്റും, ആത്മീയമായ വരൾച്ച മാറ്റും. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാളുകളായി ദൈവത്തിന് വചനം കേൾക്കുന്നു, ഒരു മരവിപ്പ്, തൊടുന്നില്ല, വചനം തൊടുന്നില്ല, ഹൃദയം കല്ലിച്ചിരിക്കുന്നു, ഹൃദയം കല്ലുപോലിരിക്കുന്നു, ഒന്ന് കരയാൻ പറ്റുന്നില്ല, ഒരു തുള്ളി കണ്ണുനീര് ഒന്ന് ഒഴുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ഹൃദയം തകരുന്നില്ല. അങ്ങനെ ഇരിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? വരണ്ടിരിക്കുകയാണ്, ഉണങ്ങിയിരിക്കുകയാണ്. ആ വരൾച്ച മാറ്റാൻ യേശുവിന് കഴിയും. എങ്ങനെ? ആ സ്വർഗത്തിന്റെ മാരി, സ്വർഗത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മാരി, വചനത്തിന്റെ മാരി നമ്മുടെ മധ്യത്തിൽ ഒഴുകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിന്റെ വരൾച്ച മാറും. എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ സാലി പാട്ടുകൾ എഴുതുന്ന ഒരു ദൈവത്തിലാണ്. പാട്ടുകൾ ട്യൂൺ ചെയ്യും, പാട്ട് പാടുകയും ചെയ്യും. സാലി ഒരിക്കൽ എഴുതി, വചനമാരി പെയ്യണമേ ഇന്ന് ഈ കൂട്ടായ്മയിലെന്ന്. ഹല്ലേലൂയ, അതൊരു അനുഗ്രഹിക്കപ്പെട്ട പാട്ടാണ്. വചനമാരി പെയ്യണമേ ഇന്ന് ഈ കൂട്ടായ്മയിൽ, വചനത്തിൻ ഘോഷമിറങ്ങണമേ ഇന്ന് ഈ സഭയിലെന്ന്. കർത്താവിന് സ്തോത്രം. നിങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് പരിധിയാൽ ആ പാട്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. ഫോർ മൈ ജീസസ്, FORMYJESUS, ജീസസ്, സാജു ആൻഡ് സാലി. അങ്ങനെ ഇപ്പോൾ ഇവിടെ അത് എഴുതി കാണിക്കും. പ്രിയപ്പെട്ടവരെ, ആ യൂട്യൂബ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയോ ആ യൂട്യൂബ് നിങ്ങൾ സെർച്ച് ചെയ്യുകയോ ചെയ്താൽ നിങ്ങൾക്ക് അനേകം പാട്ടുകൾ കിട്ടും. എത്രയോ വർഷങ്ങളായി ഞങ്ങൾ മുടങ്ങാതെ എല്ലാ ഞായറാഴ്ചയും ഓരോ പാട്ടുകൾ സംപ്രേഷണം ചെയ്യുന്നു. ഏതാണ്ട് ഒരു വർഷം 52 53 ഞായറാഴ്ചകൾ ഉണ്ടെന്ന് ആണല്ലോ ഒരു കണക്ക്. എത്ര വർഷമായി ഈ ഗാനങ്ങൾ ഞങ്ങൾ എല്ലാ ഞായറാഴ്ചയും അത് സാലി പാടി റെക്കോർഡ് ചെയ്ത് അതെല്ലാം ശരിയാക്കി അപ്ലോഡ് ചെയ്യുന്നു. കർത്താവിന് എല്ലാ ദിവസവും രാവിലെ 5:30 ഞങ്ങൾ ഒരു 10 മിനിറ്റിൽ കുറയാത്ത ഒരു ലഘു സന്ദേശം കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രാപിച്ച് ഞങ്ങൾ ജനത്തിന് വേണ്ടി ഒരുക്കി കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇതെല്ലാം ഉപകാരപ്പെടുത്തൂ. സ്തോത്രം. വചനമാരി പെയ്യണമേ ഇന്ന് ഈ കൂട്ടായ്മയിൽ. വചനത്തിന്റെ മാരി പെയ്താൽ അവിടെ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഹല്ലേലൂയ. വചനത്തിന്റെ മാരി, പരിശുദ്ധാത്മാവിന്റെ മാരി, കൃപയുടെ മാരി, അങ്ങനെ മാരി
മഴ പല മഴകളുണ്ട്. 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാരിൽ പകർന്ന ആ പരിശുദ്ധാത്മാവിന്റെ മാരി, സെഹ്യോൻ മാളിയിൽ പെയ്തിറങ്ങിയ പരിശുദ്ധാത്മാവിന്റെ മാരി നമ്മിൽ പെയ്തിറങ്ങിയാൽ നമ്മുടെ ജീവിതം മാറും. ജീവിതം എബൌട്ട് ടേൺ തരുന്നതുപോലെയാകും. നമ്മെ അതുവരെ അറിയാവുന്ന ഒരു ചിന്തിക്ക് ഇവൻ എന്തു പറ്റി, ഈ മോൾക്ക് എന്തു പറ്റി എന്ന് ചിന്തിക്കാൻ തക്കോണം അത്ഭുതകരമായ രൂപാന്തരം തരാൻ യേശുവിന് കഴിയും. യേശുവിന് മാത്രമേ കഴിയൂ. സ്തോത്രം. നിങ്ങൾ ശ്രദ്ധിച്ചോ? മനുഷ്യ ജീവിതത്തിൽ രൂപാന്തരം തരാൻ യേശുവിന് മാത്രമേ കഴിയൂ, മറ്റാർക്കും കഴിയില്ല. ദൈവദാസന്മാർക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പക്ഷെ അവർക്കതൊന്നും എടുത്തു തരാൻ പറ്റിയില്ല. തരുന്നത് ക്രിസ്തുവാണ്. ഹല്ലേലൂയ. തരുന്നത് യേശുവിന്റെ സ്വർഗീയ ഭണ്ഡാരത്തിൽ നിന്നാണ്. എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ക്രിസ്തുവാണ്. ദൈവമക്കൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ വരൾച്ചകൾ മാറ്റിത്തരാൻ യേശു കടന്നു വന്നിട്ടുണ്ട്. നിങ്ങൾ ഏതിലാണ് വരേണ്ടിയിരിക്കുന്നത്? വരൾച്ചയുടെ അനുഭവത്തിലിരിക്കുന്നത് എവിടെയാണ് പിശാച് നിങ്ങളെ കെട്ടിയിട്ടിരിക്കുന്നത്? കർത്താവിന്റെ സ്തോത്രം. യേശുവിനോട് തുറന്നു പറയൂ, അപ്പാ എന്നെ ഇവിടെയാണ് കെട്ടിയിട്ടിരിക്കുന്നത്. അന്ന് രണ്ട് മക്കളിൽ ഒരുവൻ, ഒരപ്പൻ്റെ 2 മക്കൾ, മൂത്തവനും ഇളയവനും. ഇളയവൻ എല്ലാം സ്വരൂപിച്ച് അവൻ നാട് വിട്ടുപോയി, അപ്പനെ വിട്ടുപോയി, അപ്പൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നുപോയി. പക്ഷേ നാളുകൾ കഴിഞ്ഞു, അവൻ ദൂർത്തടിച്ച് ജീവിച്ചു, അവൻ്റെ പണമെല്ലാം തീർന്നു. പിന്നീട് അവൻ പന്നിയെ നോക്കുന്ന ആ തൊഴിലിലേക്ക് പ്രവേശിച്ചു. അങ്ങനെ പന്നി തിന്നുന്ന തവിട് പോലും കിട്ടാതെ അവൻ വിഷമിച്ചപ്പോൾ അവൻ ഓർത്തു അവൻ്റെ അപ്പൻ്റെ ഭവനത്തെക്കുറിച്ച്. അയ്യോ, എൻ്റെ അപ്പൻ്റെ ഭവനം, അവിടെ എത്ര കൂലിക്കാർ! അപ്പൻ്റെ കൂലിക്കാരെ കുറിച്ച് ഓർത്തു. അപ്പൻ്റെ കൂലിക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു. അപ്പൻ്റെ കൂലിക്കാരുടെ സമൃദ്ധിയെക്കുറിച്ച് ഓർത്തു. കർത്താവിന്റെ സ്തോത്രം. ദൈവമക്കൾ പാവപ്പെട്ടവരാണ് പലരും, പക്ഷേ അവർക്ക് ആത്മാവിന്റെ സമൃദ്ധിയുണ്ട്. അവർക്ക് സ്നേഹത്തിന്റെ സമൃദ്ധി കർത്താവ് കൊടുത്തിട്ടുണ്ട്. പുറമേ നോക്കുമ്പോൾ പാവപ്പെട്ടവരെ, നിസ്സാരര്, ആർക്കും തട്ടാം, ആർക്കും കുറ്റം പറയാം, ആർക്കും തല്ലാം, അങ്ങനെയുള്ളവർ. പക്ഷേ നിങ്ങൾക്കറിയാമോ, സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കുന്നു. അവരെ തന്റെ കൺമണിയായി കാണുന്നു. He who harms you stick his finger into Jehovah's eyes എന്ന തിരുവചനത്തിൽ അങ്ങനെ ഒരു ഭാഗമുണ്ട്. സ്തോത്രം. He who harms you, നിങ്ങളെ പകയ്ക്കുന്നവര്, നിങ്ങളെ വെറുക്കുന്നവര്, നിങ്ങളെ ദ്വേഷിക്കുന്നവര്, stick his hands, അവന്റെ കൈവിരലുകൾ into Jehovah's eyes, യഹോവയുടെ കണ്ണിലേക്ക് അവൻ്റെ കൈയിട്ട് കുത്തുന്ന പോലെ, കൺമണിയിലേക്ക് കുത്തുന്ന പോലെയാണ് തൻ്റെ പ്രിയപ്പെട്ട മക്കളെ തൊട്ടാൽ ദൈവം അങ്ങനെയാണ് കാണുന്നത്. അതേ, കർത്താവിൻ്റെ കൺമണികളാണ് കർത്താവിൻ്റെ മക്കൾ. കർത്താവിന് സ്തോത്രം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പോരായ്മകളുണ്ടോ? ആത്മീയമായി വരൾച്ചകൾ. ഇന്ന് വിജയമില്ല, പരാജയപ്പെട്ട് കിടക്കുന്ന വലിയൊരു സമൂഹം, യൗവന തലമുറകൾ, അനേകർ ഇങ്ങനെ പരാജയപ്പെട്ട് കിടക്കുന്നു, നിരാശപ്പെട്ട് കിടക്കുന്നു. കുടുംബങ്ങൾ തകർന്നു കിടക്കുന്നു, കുടുംബങ്ങൾ തകരുന്നു, ജീവിതം ഉടയുന്നു. മനുഷ്യൻ ശാന്തിയില്ലാതെ, സമാധാനമില്ലാതെ വലഞ്ഞു കഴിയുന്നു. എന്താണ് ഒരു നീക്കുപോക്ക്? എന്താണ് പറയുന്നതിന് പരിഹാരം? യേശു. ആ വ്യക്തിയാണ് പരിഹാരം. ഒരു തത്വസംഹിതയല്ല, യേശുവാണ് പരിഹാരം. യേശുവിന്റെ വചനമാണ് പരിഹാരം. യേശുവിന്റെ കാൽവറിയിലെ യാഗമാണ് എല്ലാത്തിൻ്റെയും പരിഹാരം. നിങ്ങൾ ഈ ക്രിസ്തുവിന്റെ യാഗത്തിൽ വിശ്വസിച്ചുവോ? യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുവോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറും. ഓ ഹല്ലേലൂയ. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. വെളിപ്പാട് പുസ്തകം ആദ്യ അധ്യായങ്ങളിലെല്ലാം നിറഞ്ഞ് എഴുതിയിരിക്കുന്നത് ജയിക്കുന്നവന് എന്ത് കിട്ടും? ജയിക്കുന്നവന് മറിഞ്ഞിരിക്കുന്ന മന്ന കിട്ടും. ജയിക്കുന്നവന് ജീവപുസ്തകത്തിൽ അവൻ്റെ പേരെഴുതി ചേർക്കും. ജയിക്കുന്നവന് ജീവവൃക്ഷത്തിൻ്റെ ഫലം ഭുജിക്കാൻ കിട്ടും. ഇങ്ങനെ 100 കാര്യങ്ങൾ. ജയിക്കുന്നവന് എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ വരം നൽകും. ഇങ്ങനെ എത്ര കാര്യങ്ങൾ. അതേ, നാം ആത്മീയമായി ജയിച്ചാൽ അതിനെല്ലാം പ്രതിഫലമുണ്ട്. പരാജയപ്പെട്ടു പോകരുത്. കർത്താവിന് സ്തോത്രം. ഇവിടെ വരണ്ട കൈയുള്ളൊരു മനുഷ്യൻ, വരൾച്ച പറ്റിയവരെ നിങ്ങൾ ജീവിതം കർത്താവിന് കൊടുക്കൂ. കർത്താവ് പറയുമ്പോൾ അത് അനുസരിക്കൂ. കർത്താവിന് അതിപ്രകാരം ജീവിക്കാൻ ശ്രമിക്കൂ. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യമാകും. എൻ്റെ പ്രിയരെ, നമുക്ക് ഭാഗ്യകരമായൊരു ജീവിതം തരാൻ നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു. ആരെയും കർത്താവ് മാറ്റി നിർത്തുന്നില്ല, ആരെയും തള്ളിക്കളയുന്നില്ല. കർത്താവല്ല നിങ്ങൾക്ക് ദോഷം വരുത്തിയത്. സഹോദര, നിനക്ക് കടം വരുത്തിയത് യേശുവല്ല. മകളെ, നിന്റെ കുടുംബത്തിൽ കടബാധ്യത വന്നത് യേശു വരുത്തിയതല്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദര, നിനക്ക് രോഗം വരുത്തിയത് യേശുവല്ല. എല്ലാ തിന്മകളും വരുന്ന ഒരു ദുഷ്ടപിശാചുണ്ട്, എന്നാൽ അതെല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ഒരു യേശുവുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടിയായിരിക്കുന്നു. All things work together for good for those who love God.
ദൈവത്തെ സ്നേഹിക്കുന്നവർക്കെല്ലാം നന്മ. നിങ്ങൾ പറയൂ, കർത്താവേ, ഇന്നത്തെ ഞെരുക്കം എനിക്ക് നന്മ, ഇന്ന് വന്ന കടബാധ എനിക്ക് നന്മ, ഇന്നത്തെ രോഗം എനിക്ക് നന്മ, ഇന്നത്തെ പ്രതിസന്ധികളെല്ലാം എനിക്ക് നന്മയ്ക്കാക്കി എൻ്റെ കർത്താവ് തീർക്കും. നിങ്ങൾ ഉറയ്ക്കൂ, വിശ്വസിക്കൂ, ദൈവരങ്ങളിലേക്ക് ജീവിതം കൊടുക്കൂ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിറപടിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവനാമം മഹത്വം എടുക്കുവാനിടയാകട്ടെ. സ്തോത്രം.